പോലെ അല്ലേ? ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ ഭഗവതേ സായി ദേവായ. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. യന്മാദ്യസ്യ യതോന്യയാദിതരസാർത്ഥേ അഭിജ്ഞസ്വരാരതേനീ ബ്രഹ്മഹൃദായ ആദികവയേ മുഹന്തി യത്സൂരയാ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ സ്വാഹ. കൃഷ്ണോ രക്ഷതു മാം ജരാജര ഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണൈനൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം കൃഷ്ണേശ ഭക്തിരചഞ്ചലാ. അസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഹരി ഓം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭാഗവത കഥ നമ്മൾ 34-ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മള് രാസലീല രാസലീല ഭഗവാൻ അങ്ങനെ ഗോപികമാരെയൊക്കെ ആകർഷിച്ചു വരുത്തി. അപ്പോഴത്തേക്ക് അവര് ഭഗവാൻ എന്ന 10 വയസ്സേ ഉള്ളൂ കേട്ടോ. 10 വയസ്സുള്ള കൃഷ്ണനാണ്. അപ്പൊ ശരിക്ക് രാസക്രീഡ എന്ന് പറയുന്നത് ഭാഗവതത്തിലൊക്കെ അതിനെപ്പറ്റി വളരെ ഒരു ഡാൻസ് പോലെയും സ്ത്രീകള് പിന്നെ രമിക്കുന്ന പോലെയൊക്കെയാണ് വിവരിച്ചിരിക്കുന്നതെങ്കിലും ആക്ച്വലി അത് ശരിയായ അർത്ഥത്തിൽ ഒരു കൊച്ചുകുട്ടിയല്ലേ കൃഷ്ണൻ, 10 വയസ്സേ ഉള്ളൂ. അപ്പൊ ആ ഒരു പിന്നെ ആത്മാവും ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള ഐക്യമാണ് ഈ രാസലീല. അതുകൊണ്ടാണ് ഓരോ ഗോപസ്ത്രീക്കും ഓരോ കൃഷ്ണൻ അങ്ങനെ തോന്നുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും എൻ്റെ കൂടെയാണ് കൃഷ്ണൻ എന്ന് തോന്നുന്നത്. അപ്പൊ ഇത് പറഞ്ഞപ്പോഴൊരു കഥ ഓർത്തു, അത് പറഞ്ഞിട്ട് പറയാം. ഭഗവാന്റെ ഒരു ഇത്, ഒരിക്കൽ ഭഗവാന് പിന്നെ കൊടൈക്കനാലിലേക്ക് പോകുമ്പോൾ അവധി ചൂട് വരുമ്പോ കൊടൈക്കനാലിലേക്ക് കുറച്ച് സ്റ്റുഡൻസിനെയും കൊണ്ട് പോകും. അപ്പൊ അങ്ങനെ പോകുമ്പം പിന്നെ കുട്ടികളോട് ചോദിച്ചു, അവര് ഒരു ഗ്രൂപ്പായിട്ട് പോവുകയാണല്ലോ. അപ്പം ഭഗവാനും കൂടെ ഉണ്ട് ബസ്സില്. അപ്പൊ ചോദിച്ചു 32 പേരും ഭഗവാനും. അപ്പൊ ചോദിച്ചു നിങ്ങൾ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു. പറഞ്ഞു സ്വാമി 33 പേര് എന്ന് പറഞ്ഞു. അപ്പൊ സ്വാമി പറഞ്ഞു അല്ല, തെറ്റ്. പിന്നെ അല്ല, 32 പേര്. അവര് 32 പേര് സ്വാമി കാറിലാണ്. അപ്പൊ സ്വാമി കാറിൽ എന്ന് വന്നിട്ട് ചോദിച്ചു നിങ്ങൾ എത്ര പേരാണ് ബസ്സിലുള്ളത്. അപ്പൊ അവര് പറഞ്ഞു 32 പേരാണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അല്ലല്ലോ, 32 പേരില്ല, ഞാനും കൂടെ ഇല്ലേ, അപ്പൊ 33 ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ സ്വാമി ചോദിച്ചു ഇപ്പൊ നിങ്ങൾ എത്ര പേരുണ്ട്, കൃത്യമായിട്ട് നമ്പർ പറയൂ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു സ്വാമി 33 പേരുണ്ട്. അപ്പൊ പറഞ്ഞു അല്ല, 33 പേരല്ല, 64 പേരുണ്ട്. കാരണം നിങ്ങളുടെ ഓരോരുത്തരെയും കൂടെ ഞാനുണ്ട്. അപ്പൊ അങ്ങനെ 32 ഉണ്ട്. 32 എത്രയാ, 64 അപ്പൊ 64 പേരുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ കൃഷ്ണൻ ഓരോ ഗോപിയേക്കും തോന്നി എന്റെ കൂടെയാണ് കൃഷ്ണൻ കളിക്കുന്നത്, എന്റെ കൂടെയാണ് കൃഷ്ണൻ ഇരിക്കുന്ന ഓരോ ഗോപിയേക്കും തോന്നുന്ന മാതിരിയാണ് കളിക്കുന്നത്. അപ്പൊ ഗോപികമാര് ചോദിച്ചു, ചില ലോകത്തിന്റെ സ്വഭാവം ഒക്കെയാണ് അവര് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഭഗവാനോട് ചോദിച്ചു
ഭഗവാൻ മറഞ്ഞല്ലോ. അതായത് അവർക്ക് അഹങ്കാരം വന്നു, ഭഗവാൻ ഞങ്ങളുടെ സ്വന്തമായി കഴിഞ്ഞു എന്നുള്ളൊരു അഹങ്കാരം വന്നപ്പോഴാണ് അവര് ഭഗവാനോടൻ മറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് അവര് നോക്കിയപ്പോ രാധാറാണിയുടെ കൂടെ പോകുന്നതായിട്ട് കണ്ടു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ രാധാറാണിയുടെ പാദം, ഭഗവാന്റെ പാദം മാത്രമേ കാണുന്നുള്ളൂ. അപ്പം വിചാരിച്ചു രാധാറാണിയെ ഭഗവാൻ എടുത്തോണ്ട് പോവുകയാണ്, എന്തൊരു ഭാഗ്യവതിയാണെന്ന് പറഞ്ഞ് അങ്ങനെ പോയി നോക്കുമ്പോ എന്താണ്, രാധാറാണി കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എന്ത് പറ്റി, കൃഷ്ണൻ എന്നെ വിട്ടിട്ട് പോയി എന്ന് പറഞ്ഞു. എന്ത് പറ്റി? അപ്പം രാധാറാണിക്കും തോന്നി അഹങ്കാരമായി, എല്ലാവരെയും വിട്ടിട്ട് കൃഷ്ണൻ എന്റെ മാത്രമായിട്ട് എന്റെ കൂടെ വന്നു, അതുകൊണ്ട് ആ ഒരു ഭാവം വന്ന ഉടൻ തന്നെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഭഗവാൻ മറഞ്ഞു. അങ്ങനെ അങ്ങനെ ഭഗവാൻ പറഞ്ഞു ഇവര് വിരഹണികളായിട്ട് ഒരുപാട് കാട്ടിലും മേട്ടിലും അലഞ്ഞ് കടന്ന് കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് തിരിച്ച് കാളന്തി തീരത്ത് വന്നിട്ട് പറഞ്ഞു, കൃഷ്ണ ഞങ്ങളെ ഇങ്ങനെ വലയ്ക്കല്ലേ, പ്ലീസ് വരൂ എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ഭഗവാനോട് അവർ പല ചോദ്യങ്ങൾ ചോദിക്കും. അതൊരു ചോദ്യമാണ്, കൃഷ്ണ ചില ആളുകളെ ഇങ്ങോട്ട് സേവിക്കുന്നവരെ അങ്ങോട്ട് സേവിക്കും, പരസ്പര സേവനം ചെയ്യുന്നു. ചില ആളുകളാണെങ്കിൽ ആരും ഒന്നും ചെയ്തില്ലെങ്കിലും അങ്ങോട്ട് സേവിച്ചോണ്ടേയിരിക്കും, എല്ലാം ചെയ്തു കൊടുത്തോണ്ടിരിക്കും. വേറെ ചിലരുണ്ട്, മൂന്നാമത്തെ കൂട്ടരാണെങ്കിൽ സേവിക്കുന്നവരെ സേവിക്കാത്തവരെ ആർക്കും ഒരു സേവയും ചെയ്യാത്ത ആൾക്കാരുണ്ട്. അതെങ്ങനെയാണ് ഇങ്ങനെ മൂന്ന് തരം ആൾക്കാർ എന്ന് ചോദിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അത് അന്യോന്യം സേവിക്കുന്നവരുണ്ടല്ലോ, അതായത് പരസ്പര സേവ ചെയ്യുന്നൊരു സ്വാർത്ഥരാണ്. ഒരാൾ സേവ ചെയ്താൽ ഞാനും ചെയ്യാം, അവൻ ചെയ്താൽ ഞാൻ ചെയ്യാം, ഞാൻ ചെയ്താൽ അവൻ ചെയ്യാം, ആ ഒരു സ്വാർത്ഥതയുള്ളവരാണ് ഈ പരസ്പര സേവനം ചെയ്യുന്ന ഒന്നാമത്തെ ആൾക്കാർ. രണ്ടാമത്തെ അതില് അവിടെ സൗഹൃദവും ധർമ്മവും ഒന്നുമില്ല. ഞാൻ ചെയ്താൽ നീ ചെയ്യും, നീ ചെയ്താൽ ഞാൻ ചെയ്യും, ആ ഒരു ഭാവമേ ഉള്ളൂ. അവിടെ സൗഹൃദമില്ല, പിന്നെ ഫ്രണ്ട്ഷിപ്പും ഇല്ല, അതുപോലെ തന്നെ അവിടെ പിന്നെ സ്നേഹവുമില്ല. ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇങ്ങോട്ട് ഭജിക്കാത്തവരെയും ഇങ്ങോട്ട് സേവനം ചെയ്യാത്തവരെയും അങ്ങോട്ട് സേവനം ചെയ്യുന്നത് മാതാപിതാക്കളാണ്. മാതാപിതാക്കൾ മാത്രമാണ് എത്ര പ്രായമായാലും കുട്ടികൾ എന്തൊക്കെ ചെയ്താലും അതൊന്നും ശ്രദ്ധിക്കാതെ തിരിച്ചു സേവനം ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളത് മാതാപിതാക്കളാണ്. അത് വളരെ ധർമ്മവും സൗഹൃദവുമുള്ള വളരെ ശ്രേഷ്ഠമായ ഒരു സ്നേഹമാണത്. പിന്നെ ചില ആളുകളുണ്ട്, സേവനം ചെയ്താലും കൊള്ളാം ചെയ്തില്ലെങ്കിലും കൊള്ളാം, ഒന്നും തിരിച്ചു ചെയ്യാത്തവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തില് 4 തരം ആൾക്കാരാണുള്ളത്. ഒരു കൂട്ടര് സേവിച്ചാലും സേവിച്ചില്ലെങ്കിലും തിരിച്ചു സേവിക്കാത്ത ഒരു കൂട്ടര് ആത്മാരാമന്മാരാണ്. അതെന്ന് വെച്ചാൽ അവര് ആ ലൗകികമായ ആ ബന്ധങ്ങൾക്ക് അതീതരായിട്ട് വളർന്നു കഴിഞ്ഞ യോഗികളാണ് ആത്മാരാമന്മാർ. അവർക്ക് ആർക്കും ഒന്നും കൊടുക്കണമെന്നും വാങ്ങണമെന്നും ഒന്നുമില്ല, അവര് നിഷ്കാമമായിട്ട് ഭഗവാനെ മാത്രം പ്രാപിച്ചിരിക്കുന്ന ആത്മാരാമന്മാരാണ്. അപ്പൊ അവരുടെ ആ ആറ്റിറ്റ്യൂഡില് മോശമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ബാക്കി 3 കൂട്ടരും ആപ്തകാമന്മാരാണ്. അവർക്ക് നമുക്ക് മാത്രം എല്ലാം ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ആഗ്രഹമുള്ള ആപ്തകാമന്മാർ. ബാക്കിയുള്ളവര് അകൃതജ്ഞന്മാർ, എന്ത് ചെയ്തു കൊടുത്താലും നന്ദിയില്ലാത്തവര്, എത്ര ചെയ്താലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സേവനവും ചെയ്യില്ല, ഒരു മൈൻഡും ചെയ്യാതെ കൃതജ്ഞതയില്ലാത്ത കൂട്ടര്, മഹാമോശക്കാരാണ് അവര്. അതുപോലെ പിന്നെ ഗുരുദ്രോഹികളാണ്, അച്ഛനമ്മമാരെയോ അല്ലെങ്കിൽ ഗുരുക്കന്മാരെയോ ഒക്കെ നിന്ദിക്കുന്നവർ, നോക്കാത്തവർ. അങ്ങനെയാണ് 4ാമത്തെ കൂട്ടര്. ഈ കൂട്ടര് ഈ സേവ ചെയ്താലും ചെയ്തില്ലെങ്കിലും തിരിച്ചു നോക്കാത്തവര് ഗുരുദ്രോഹികളാണ്, ഗുരുജനങ്ങളെ ദ്രോഹിക്കുന്നവർ. ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, പക്ഷെ ഞാൻ ഈ കൂട്ടത്തിലൊന്നും ഉൾപ്പെടുന്നില്ല. കാരണം ഞാൻ എന്താണ് ചെയ്യുന്നത്, നിർധനന് ധനം ലഭിച്ചാലോ നഷ്ടപ്പെടുമ്പോ അയാൾക്ക് സങ്കടമാവും, നിരാശയാവും, ഇല്ലേ? അപ്പം എനിക്ക് വേണ്ടി ലോകകാര്യങ്ങളും വേദശാസനകളും സ്വജന നിരോധനം എല്ലാം വെടിഞ്ഞ് എന്നെ ആരാണോ നിരന്തരമായിട്ട് സ്മരിക്കുന്നവര്, അവർക്ക് എന്നോടൊരു പരിഭവമില്ല. അവർക്ക് ഞാൻ എല്ലായ്പ്പോഴും അവർക്ക് ലഭ്യനാണ്, അവരുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള സൽകൃത്യത്തിന് തിരിച്ചു ചെയ്യാൻ ഒരിക്കലും പറ്റില്ല ഭഗവാന് പോലും. അതായത് എന്നെ മാത്രം എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് അനന്യ ഭക്തിയോടുകൂടി എന്നെ മാത്രം സ്മരിക്കുന്ന അങ്ങനെയുള്ള ഭക്തന്മാരുടെ സൽകൃത്യത്തിന് പ്രത്യുപകാരം ചെയ്യാൻ ഭഗവാന് പോലും സാധിക്കില്ല എന്നാണ് ഭഗവാൻ പറയണത്. അവർക്ക് പ്രത്യുപകാരം ചെയ്യാൻ ഭഗവാന് പോലും സാധിക്കില്ല എന്നാണ് പറയണത്. അങ്ങനെ ഭഗവാന്റെ ഇങ്ങനെയുള്ള പിന്നെ ഉപദേശങ്ങൾ, എത്ര ചെറിയ കുട്ടിയായിട്ടും ഇത്ര നല്ല ഗഹനമായ ഉപദേശങ്ങളൊക്കെ കേട്ട് അവർ വളരെ മുക്തരായി അവരാ രാസക്രീഡ, ആ ലീലകളിൽ അങ്ങനെ ചേരുകയാണ്. അപ്പൊ ഭഗവാന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് പാട്ടൊക്കെ ആസ്വദിച്ച് അവര് പിന്നെ നൃത്തം ചെയ്ത്
നൃത്തം ചെയ്യുമ്പോൾ വട്ടത്തിൽ നിന്ന് നൃത്തം ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ കൂടെ ഭഗവാൻ ഉണ്ടെന്ന് തോന്നും ഓരോ ഗോപികയ്ക്കും. അങ്ങനെ ആ ഗോപ രാസക്രീഡയുടെ ഇത് കാണാനായിട്ട് എല്ലാവരും ആകാശമാർഗത്തിൽ മുഴുവൻ ദേവന്മാരും ദേവതകളും എല്ലാവരും വന്ന് നിറഞ്ഞു. കാരണം ഇത്ര അഭൂതപൂർവമായ ഒരു സൗന്ദര്യം ഉള്ള ഒരു കാഴ്ച. അതായത് മിന്നൽ പിണറിന്റെ ഇടയ്ക്ക് കാർമേഘം പോലെ ഭഗവാൻ ഇങ്ങനെ സുന്ദരിമാരായ ഗോപികമാർ, വെളുത്ത സുന്ദരിമാരായ അവരുടെ ഡ്രസ്സ് ഒക്കെ നല്ല മിന്നുന്ന ഡ്രസ്സൊക്കെ ആണല്ലോ. അതിനിടയില് വിദ്യുല്ലേഖയുടെ ഇടയില് കാർമേഘം പോലെ ഭഗവാൻ ഇങ്ങനെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു കാഴ്ച, അത് അമൃതമയമായ കാഴ്ച നിധിവനത്തിലാണ് നടക്കുന്നത്. അപ്പൊ വൃന്ദാവനത്തിലെ നിധിവനത്തിൽ ഇപ്പോഴും രാസക്രീഡ നടക്കുന്നെന്നാണ് പറയണത്. അവിടെ രാത്രിയിൽ ആരും ശ്രദ്ധിക്കാൻ പാടില്ല, പോകാൻ പാടില്ല, പോയിട്ടുള്ളവരാരും തിരിച്ചു വന്നിട്ടില്ല, പോയിട്ടുള്ളവർക്ക് കാഴ്ച നഷ്ടപ്പെടുന്നു എന്നൊക്കെ ഉള്ള കഥകൾ നമുക്ക് വൃന്ദാവനത്തിൽ പോയവര് പറഞ്ഞു കേൾക്കാം. അങ്ങനെ ഭഗവാന്റെ ആ അംഗസംഗം കൊണ്ട് ഭഗവാന്റെ ശരീരവുമായിട്ടുള്ള യോജിപ്പ്, ഭഗവാനെ തൊടാനും തലോടാനും കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ള ആ സന്തോഷം കൊണ്ട് ഗോപികമാരങ്ങനെ സന്തോഷിച്ച് അങ്ങനെ ഭഗവാൻ ഇങ്ങനെ സഞ്ചരിച്ചു. അങ്ങനെ കാളിന്തി നദിയിലിറങ്ങി അവരെല്ലാവരും കൂടെ വെള്ളം തെറിപ്പിച്ച് കളിച്ചിട്ടും ആകപ്പാടെ അവരാ കാർത്യായനി വ്രതം ഭഗവാനെ ഭർത്താവായി ലഭിക്കണം എന്ന് പറഞ്ഞ് കാർത്യായനി വ്രതം ചെയ്ത എല്ലാ ഗോപസ്ത്രീകളുമാണ്, എല്ലാവരും കുമാരിമാരും അല്ലാത്തവരും, അവർക്കെല്ലാവർക്കും ഭഗവാൻ ആ ഒരു അനുഭൂതി, ഭഗവാൻ ആ പരമാത്മാവും ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയുമാണ് എന്നുള്ള ആ ഒരു അനുഭൂതി അവർക്ക് നൽകുന്നതാണ് ഈ രാസക്രീഡ. അത് ശരിക്ക് ഗോപികമാരുടെ വളരെ ഉയർന്ന നിലയിലുള്ള ഭക്തിയാണ് അവിടെ ശരിക്ക് കാണിക്കുന്നത്. എല്ലാം ത്യജിച്ചിട്ട് അവർ ഭഗവാനിൽ മാത്രം ലയിച്ചു മുഴുകി ആനന്ദം കൊണ്ട് സ്വയം മറക്കുന്ന ആ ഒരു ഇതാണ് ശരിക്ക് രാസക്രീഡ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അപ്പം ഭഗവാൻ ഇങ്ങനെ അനുരക്തകളായ സ്ത്രീകളൊക്കെ കല്യാണം കഴിച്ചവരൊക്കെ ഉണ്ടല്ലോ. അപ്പം പരീക്ഷിച്ച് ചോദിക്കും, ധർമ്മമൂർത്തിയല്ലേ ഭഗവാൻ, അപ്പൊ ഭഗവാൻ ഇങ്ങനെ അധർമ്മം ചെയ്ത് എന്താണ് പരസ്ത്രീകളുമായിട്ടൊക്കെ ഇങ്ങനെ അത് നിന്ദ്യകർമ്മമല്ലേ എന്ന് ചോദിക്കുകയാണ്. അധർമ്മം ആചരിച്ചു, നിന്ദ്യകർമ്മം ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോഴും ഈശ്വര പുരുഷൻ എന്ന് വെച്ചാല് അവര് ചിലപ്പോ നമുക്ക് നമ്മളുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അത് വ്യതിക്രമമാണ് അല്ലെങ്കിൽ ധർമ്മച്യുതിയാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഗോപികമാരുടെ ഭർത്താക്കന്മാർക്ക് ആർക്കും അവര് വീട്ടിലുണ്ടായിരുന്നില്ല എന്ന് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് രാസക്രീഡയെ ആത്മ സംയോഗം എന്ന് പറയുന്നത്. ശരീരം കൊണ്ടുള്ള സംയോഗമല്ല അവിടെ നടന്നത്, ആത്മസംയോഗമാണ്. വീട്ടിലെ ഭർത്താക്കന്മാർക്കാർക്കും ഭാര്യമാരടുത്തില്ലെന്ന് തോന്നിയില്ല, അവരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഒന്ന് കൃഷ്ണൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാമായിട്ട്, അല്ലെങ്കിൽ അവരെല്ലാം അവരുടെ ആത്മാവ് മാത്രമാണ് ഭഗവാന്റെ അടുത്തേക്ക് വന്ന് ഇരമിച്ചത്. അങ്ങനെ ഇവിടെ നിന്നിട്ട് അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായതെന്ന് അദ്ദേഹം ശുക മഹർഷി പറഞ്ഞു കൊടുക്കും എല്ലാവർക്കും. അതുകൊണ്ട് യാതൊരു പരിഭവം ഉണ്ടായില്ല. കൃഷ്ണന്റെ കൂടെ കളിക്കാൻ പോയി, ആടാൻ പോയി, ചാടാൻ പോയി എന്നൊന്നും ഭർത്താക്കന്മാർ ഒരു കുറ്റവും പറഞ്ഞില്ല. രാവിലെ ബ്രാഹ്മമുഹൂർത്തമായപ്പം ഗോപികമാരെല്ലാവരും കുഴിയെല്ലാം കഴിഞ്ഞിട്ട് മനസ്സോടെ അവരെല്ലാം വീടുകളിലേക്ക് മടങ്ങും. അവര് ഈ രാസക്രീഡ സശ്രദ്ധം കേൾക്കുകയോ പിന്നെ പറയുകയോ പാടുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് കാമമുക്തരാവുന്നാണ് പറയണത്. അവർക്ക് ഭഗവാനിൽ കാമമല്ല പ്രേമമാണ് ഉണ്ടാവുക. ആ കാമമുക്തരായിട്ട് ഭഗവാനിൽ പരമഭക്തിയുള്ളവരായി തീരുന്നാണ് പറയണത്. രാസക്രീഡ കേട്ട് നമുക്കറിയാലോ, രാരവേണുഗോപാല രാജിത സൽഗുണ ജയശീല, നല്ലൊരു പാട്ടുണ്ട് കർണാട്ടിക് മ്യൂസിക്കില്. നമ്മള് കുട്ടിക്കാലത്ത് അത് ഈ രാസക്രീഡയ്ക്കുള്ള പാട്ടാണ്. രാസക്രീഡ കളിക്കാനാണ് ഈ രാരവേണു ഗോപബാല, നല്ല ബ്യൂട്ടിഫുൾ സോങ് ആണ്. അപ്പൊ അതൊക്കെ പാടുമ്പോൾ നമ്മൾ ഈ കഥകളൊക്കെ ഓർത്ത് ഭഗവാന്റെ ആ ഒരു മഹാത്മ്യം, അതാണ് ഭഗവാൻ എത്ര പാഠങ്ങളാണ് ഇവിടെ പഠിപ്പിച്ചത്. ആർക്കും എന്നെ ലഭിച്ചു എന്ന് പറഞ്ഞ അഹങ്കാരം വേണ്ട. എന്നെ ലഭിച്ചു, ഭക്തിയുടെ അഹങ്കാരം പോലും ഭഗവാൻ സഹിക്കില്ല. ഞാനാണ് വലിയ ഭക്തൻ എന്നുള്ള അഹങ്കാരം വന്ന് അവിടെ ഭഗവാൻ പോയി കളയും.
ഭഗവാൻ ഒരു തരത്തിലുള്ള അഹങ്കാരം സഹിക്കില്ല എന്നാണ് നമുക്ക് ഇതിന് മനസ്സിലാക്കാനുള്ളത്. അങ്ങനെ ഗോപന്മാരൊക്കെ കൂടെ പിന്നെ തിരിച്ചുപോയി. പിന്നെ ഒരു പ്രാവശ്യം അത്യുത്സാഹത്തോടെ അവര് ഒരു വലിയ മഹോത്സവം അവരുടെ പിന്നെ വൃന്ദാവനത്തിനടുത്തൊരു സ്ഥലത്ത് നമ്മൾ ഈ മേള എന്നൊക്കെ പറയില്ലേ, അതുപോലെ വലിയൊരു മഹോത്സവം ഉണ്ടാവുകയാണ്. ഇടയ്ക്ക് ഗ്രാമീണരെല്ലാവരും പോവില്ലേ ഈ മഹോത്സവത്തിന്. അപ്പൊ ഇവരെല്ലാവരും കാളവണ്ടികളിൽ കയറി എല്ലാവരും പോയി. അപ്പൊ സരസ്വതി നദിയുടെ തീരത്ത് വെച്ചിട്ടാണ് ഈ വലിയ മഹാമേള നടക്കുന്നത്. അപ്പൊ അവിടെ പോയിട്ട് നന്ദന്റെ അനിയൻ സുനന്ദൻ, ബാക്കി ഒരുപാട് പേര് എല്ലാവരും വൃന്ദാവനം മുഴുവൻ പോവുകയാണ് അങ്ങോട്ട്. അവരെല്ലാവരും കൂടെ അവിടെ പോയി ഭയങ്കരമായിട്ട് ആനന്ദിച്ച് സന്തോഷിച്ച് സരസ്വതി നദിയിൽ കുളിച്ച് അവിടെയൊക്കെ പൂജകളൊക്കെ ചെയ്ത് പിന്നെ അതെല്ലാം കണ്ട് നടന്ന് രാത്രിയായപ്പോഴത്തേക്കും ഒന്ന് ഉറങ്ങാനായിട്ട് നദീതീരത്ത് തന്നെയാണല്ലോ കിടക്കുന്നത്, അല്ലാതെ ക്യാമ്പൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ കിടക്കുമ്പം ഒരു വിശന്നു വലഞ്ഞ ഒരു പെരുമ്പാമ്പ് കാട്ടിനകത്തുനിന്ന് പുറത്തു വന്നിട്ട് നന്ദനെ പിടികൂടും. നന്ദൻ എന്ന് വെച്ചാൽ നന്ദഗോപരെ പിടികൂടി വിഴുങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും നന്ദഗോപര് കണ്ണിച്ച്, കൃഷ്ണ എന്നെ രക്ഷിക്കൂ, കൃഷ്ണ നീ അല്ലാതെ എനിക്ക് ആരുമില്ല, ഓടിവാ മകനെ, എന്നേതാ പാമ്പ് തിന്നുന്നു എന്ന് പറഞ്ഞ് ഓടി വന്ന് നന്ദനെ പാമ്പ് വിഴുങ്ങുന്ന കണ്ടിട്ട് ചുറ്റുമുള്ളവര് തീക്കൊള്ളി കൊണ്ടൊക്കെ അടിക്കാൻ നോക്കും. അതൊന്നും പാമ്പിനെ ഏശുന്നില്ല. പാമ്പ് അതൊന്നും ശ്രദ്ധിക്കുന്നതേ ഇല്ല, മിഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം പൊള്ളിയിട്ടും വിടാതെ തിന്നുകയാണ്. അപ്പൊ ഭഗവാൻ വന്നിട്ട് തന്റെ പാദം പാമ്പിന്റെ മുകളിൽ വെച്ചു. പാമ്പിന്റെ മുകളിൽ വെച്ച ഉടൻ തന്നെ ആ പാമ്പ് പാപം തീർന്നവനായിട്ട് അവിടെ അതിസുന്ദരനായ ഒരു ദേവശരീരം പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് വിദ്യാധരന്മാർ, ദേവന്മാര് പലരാണല്ലോ, ഗന്ധർവന്മാര്, വിദ്യാധരന്മാര്, യക്ഷന്മാര്, അങ്ങനെയൊക്കെ പല ഗ്രൂപ്പുണ്ട്. അതിൽ വിദ്യാധരനായിട്ടുള്ള ഒരു സുന്ദര പുരുഷനാണ് ആ പാമ്പിന്റെ ദേഹത്തുനിന്ന് പ്രത്യക്ഷപ്പെട്ടത്. അത് നല്ല വന്ന് ഭഗവാന്റെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ അപ്പൊ അങ്ങനെ ഭഗവാൻ ചോദിച്ചു, നീ ആരാണ്? ഇത്ര സുന്ദര രൂപനായ നീ ആരാണ്? ഇങ്ങനെ ഒരു നിന്ദ്യമായ ഒരു വേഷം നിനക്ക് എങ്ങനെ കിട്ടി? ഇങ്ങനെ ഒരു ശരീരം നിനക്ക് കിട്ടാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, സുദർശനൻ എന്ന പേരായ ഒരു വിദ്യാധരനായിരുന്നു ഞാൻ. എൻ്റെ പേര് സുദർശനൻ. ഞാൻ വിമാനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്കിരസ് മഹർഷിയുടെ വംശജൻ ആയിട്ടുള്ള മഹർഷിമാരെ കണ്ടു. അവർക്ക് ഈ മഹർഷിമാർ അവരുടെ ശരീരം ഒന്നും ശ്രദ്ധിക്കില്ലല്ലോ, എല്ലും തൊലിയുമായി കറുത്ത് താടിയും മീശയും വളർത്തി ആകപ്പാടെ അവരെ കണ്ട വിരൂപരാണ്. ഇയാളാണെങ്കിൽ ഭയങ്കര സുദർശൻ എന്ന പേരും സുന്ദരനും. അപ്പൊ അവരെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര പുച്ഛം തോന്നിയിട്ട് അവരെ പരിഹസിച്ചു. പരിഹസിച്ചപ്പോ പറഞ്ഞു, ഇത്ര നിനക്ക് പുച്ഛാണെങ്കിൽ നീ പാമ്പായി പോട്ടെ, പെരുമ്പാമ്പായി പോട്ടെ ശപിക്കും. അതിന്റെ ഫലമായിട്ടാണ്. പക്ഷെ ഈ ശാപം നൽകുന്ന മഹർഷിമാർക്കൊക്കെ ഉടൻ തന്നെ അവരുടെ മനസ്സ് തരളമാകും, ഉടൻ തന്നെ അവർ ശാപമോക്ഷവും കൊടുക്കും. അതാണ് ആ മഹർഷിമാരുടെ വ്യത്യാസം. നമ്മളൊക്കെ ആണെങ്കിലോ ശാപം കൊടുത്താൽ അങ്ങനെ തന്നെ, പിന്നെ നമ്മൾ ആ വൈരാഗ്യം കൂട്ടി കൊണ്ടുവരും പരസ്പരം. നേരെ മറിച്ച് മഹർഷിമാർക്ക് അങ്ങനെയില്ല, തെറ്റ് പറ്റിപ്പോയാൽ ഉടൻ തന്നെ അവരെ തിരുത്താനായിട്ട് ഉടൻ തന്നെ ശാപമോക്ഷം കൊടുക്കുകയാണ്. അത് പറഞ്ഞു ഭഗവാൻ കൃഷ്ണൻ, ഇങ്ങനെ നിന്റെ പാദസ്പർശം നിനക്ക് ലഭിക്കുമ്പോൾ നിനക്ക് നിന്റെ പഴയ ശരീരം തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞ് അപ്പൊ ഭഗവാൻ അച്യുതനെ നമസ്കരിച്ച് കീർത്തിച്ചുകൊണ്ട് ആ വിദ്യാധരൻ യാത്ര ചോദിച്ച് തിരിച്ചു പോകും. അങ്ങനെ അത് സ്വർഗത്തിലോട്ട് പോയി. പിന്നെ നന്ദനും എല്ലാവരും രക്ഷപ്പെട്ടു. അവരങ്ങനെ തിരിച്ചെല്ലാവരും നടന്നു. അപ്പം കൃഷ്ണന്റെ ഈ ഓരോ ദിവസം ചെല്ലുന്നവരും ഗോപന്മാർക്കും ഗോപികമാർക്കും കൃഷ്ണൻ അത്ഭുത പുരുഷനാണ്, കൃഷ്ണൻ ഈശ്വരൻ തന്നെയാണ് എന്നുള്ള അറിവ് വർദ്ധിച്ചു വരികയാണ്. അന്ന് നന്ദഗോപൻ പറഞ്ഞും കൊടുത്തു. ഇപ്പൊ കൂടുതലായിട്ട് അവർക്ക് അതിനെ ഓരോ അത്ഭുത കൃത്യം കാണുമ്പോൾ ഇതൊന്നും യാദൃച്ഛികമല്ല, ഭഗവാന്റെ സങ്കല്പമാണ് എന്നുള്ളത് കൂടുതൽ അവർക്ക് മനസ്സിലായി വരികയാണ്. അപ്പൊ അവരങ്ങനെ വിസ്മയിച്ച് ഭഗവാന്റെ ഇനെ നോക്കിക്കൊണ്ടേയിരുന്നു. വേറൊരു ദിവസം രാത്രി രാമകൃഷ്ണന്മാരും ഗോപികമാരും ഒക്കെ കാട്ടിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം രാത്രിയാണ്, അപ്പം നല്ല പൗർണമിയുള്ള ദിവസം, തിങ്കളും താരകങ്ങളും ഒക്കെ വധിച്ച് നല്ല പിന്നെ അവർ തന്നെ അങ്ങനെ കളിയിൽ രസിച്ചിരിക്കുകയാണ്. രാത്രിയല്ലേ അവർക്ക് സമയം കിട്ടുള്ളൂ, പകലൊക്കെ എന്തായാലും കുറച്ച് ജോലി ഉണ്ടാവുമല്ലോ. അപ്പൊ കൃഷ്ണനെ വിട്ട് കളിക്കണമെങ്കിൽ രാത്രിയാവണം. അപ്പൊ അങ്ങനെ ആ കാട്ടിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുബേരനുണ്ടല്ലോ, കുബേരൻ എന്ന് വെച്ചാൽ യക്ഷരാജാവ്, വൈശ്രവണൻ കുബേരൻ, നമ്മുടെ രാവണന്റെ ഒരു ബ്രദർ,
എന്നൊക്കെ പറയുന്ന ആ കുബേരന്റെ കൃത്യനായിട്ട് ശംഖചൂടൻ, ആ യക്ഷന്മാരിൽ ഒരാളാണ് ശംഖചൂടൻ എന്നൊരാള് അവിടെ വന്നു. അപ്പൊ ഈ ഗോപസ്ത്രീകളുടെ സൗന്ദര്യം കണ്ടപ്പോ അയാൾക്ക് സഹിച്ചില്ല. അയാൾ എന്ത് ചെയ്തു, ഈ ഗോപസ്ത്രീകളെ ഒക്കെ പിടിച്ചോണ്ട് പോകും. പിടിച്ചോണ്ട് പോകുമ്പോഴത്തേക്ക് അവര് കരഞ്ഞ് വിളിക്കും, കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കുമ്പോഴത്തേക്കും ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ആരും ഭയപ്പെടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാലമരം പിഴുതെടുത്തോണ്ട് ഭഗവാൻ ഓടിപ്പോവാണ്. പോകുമ്പോഴത്തേക്കും ഭഗവാൻ ഓടി വരുന്ന കണ്ടപ്പോഴത്തേക്ക് ശംഖചൂടൻ സ്ത്രീകളെ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോകും. അപ്പം ഭഗവാൻ പക്ഷെ അയാളെ വിടൂല. കാരണം അയാളുടെ ശിരസിൽ ഒരു ശിരോരത്നമുണ്ട്, അതെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ പിന്നാലെ പാഞ്ഞുപോയി സ്ത്രീകളെ നോക്കിക്കോളാനായിട്ട് ബലരാമനെ ഏൽപ്പിച്ചു. ബലരാമൻ സ്ത്രീകളെ സംരക്ഷിച്ചോളും. അപ്പൊ കൃഷ്ണൻ മറ്റേ ശംഖചൂടന്റെ പുറകെ പോയി അവനെ കൊന്നു. അവനെ കൊന്നിട്ടെന്ന് വെച്ചാൽ അധർമ്മം ചെയ്താൽ പിന്നെ ഭഗവാൻ വെറുതെ വിടില്ല. അവൻ കൊല്ലുക തന്നെ ചെയ്യും. അവരെ കൊന്നിട്ട് അവന്റെ തലയിലുണ്ടായിരുന്ന മണി എടുത്തുകൊണ്ടുവന്ന് ചേട്ടന് സമ്മാനമായിട്ട് നൽകും. അങ്ങനെ പിന്നെ ഗോപികമാർക്ക് കൃഷ്ണ എന്നൊരു വിചാരമല്ലാതെ വേറെ ഒരു വിചാരമില്ല. കൃഷ്ണൻ പിന്നെ ഈ മാട് മേയ്ക്കാനായിട്ട് കാട്ടിപ്പോണ കുറച്ച് സമയം പോലും ഇവർക്ക് ഭയങ്കര വിരഹവേദനയാണ്. അവര് പിന്നെ എപ്പോഴും കൃഷ്ണസ്മരണയാണ് അവർക്ക്. അപ്പം അവനെ അവരുടെ മനസ്സ് കൃഷ്ണന്റെ കൂടെ പോകും. അവര് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, മനമങ്ങും മെഴിയുങ്ങും മട്ടിലാണ് അവര് ജോലികളൊക്കെ ചെയ്യുന്നത്. കൃഷ്ണനെ പറ്റി തന്നെ സ്മരിച്ചുകൊണ്ടാണ്. അതിന് ഈ ഗോപികാഗീതം നല്ലൊരു പിന്നെ നമ്മുടെ ഓട്ടൂർ നമ്പൂതിരിപ്പാർ എഴുതിയ അസല സുന്ദരമായ ഒരു ഗീതമുണ്ട്. എന്താണെന്നറിയോ? പ്രത്യക്ഷസിലുദ്ധിതരായി കൈകഴുകി ഭദ്രദീപം കത്തിച്ചുടൻ കട്ടത്തയേർ കടഞ്ഞിടുമ്പോൾ ആമോദമോടമ്പാടിയിൽ ഗോപികമാർ പാടിയിടുന്നു. ഓ രാമ കൃഷ്ണ ദാമോദര എന്നിപ്രകാരം. വെളുപ്പിന് അവര് ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കും. ആ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുതിച്ച് അവർ ആദ്യം ചെയ്യുന്നത് കൈയും കാലും മുഖവും കഴുകി ഭദ്രദീപം കൊളുത്തും. ഭദ്രദീപം കൊളുത്തിയാൽ ഉടൻ തന്നെ അവർ വെണ്ണ കടയാനിരിക്കും. കാരണം അവർക്ക് വെണ്ണ എടുത്ത് കൊണ്ട് വിറ്റിട്ടാണ് അവരുടെ ജീവനമാർഗമാണ് വെണ്ണ എല്ലാ പാൽ പ്രോഡക്ട്സ് ഒക്കെ വിൽക്കലാണല്ലോ. അപ്പൊ ആ അതിരാവിലെ കടഞ്ഞാൽ മാത്രമേ വെണ്ണ കിട്ടുള്ളൂ. നമ്മുടെ മോനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിരാവിലെ ഇരുന്ന് കടയണം. അപ്പൊ ബ്രാഹ്മമുഹൂർത്തം എന്ന് വെച്ചാൽ 3 മണിയാണ്, 3 തൊട്ട് 6 മണി വരെ. അപ്പൊ 6 മണിക്ക് മുൻപേ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ വെണ്ണ എടുക്കണം. അപ്പൊ തൊട്ട് അവർ തുടങ്ങും രാമകൃഷ്ണ ദാമോദര എന്നിപ്രകാരം. നല്ല മനോഹരമായൊരു കീർത്തനമാണ്. ഈ പ്രത്യുഷസ്സിൽ ഉദ്ധിതരായി രാവിലെ എഴുന്നേറ്റിപ്പം കൃഷ്ണ ദാമോദര എന്ന് പറഞ്ഞു തുടങ്ങുന്ന അവര് രാത്രി വരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള ഓരോരോ പാരഗ്രാഫായിട്ട് ഓരോ സ്റ്റാൻസിൽ പറയുന്നുണ്ട്. അവസാനം കിടന്നുറങ്ങാൻ പോകുമ്പോഴും കൃഷ്ണ ദാമോദര എന്ന് തന്നെയാണ് അവര് വിചാരം. അല്ല, അതിമനോഹരം ഗോപികമാരുടെ ഒരു ദിവസം അങ്ങനെയാണ്. അപ്പൊ അവരിങ്ങനെ കൃഷ്ണനും കൂട്ടുകാരും ഗോപന്മാരും ഗോക്കളും എല്ലാവരും പോയി. സ്ത്രീകൾ മാത്രമേ ഉള്ളൂ വൃന്ദാവനത്തില്. ആണുങ്ങളൊക്കെ ഈ ഗോക്കളെ വായിക്കാനും ഓരോരോരോ പല പല പണിക്കായിട്ട് പോകും പകൽ സമയത്ത്. അപ്പൊ സ്ത്രീകൾ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പൊ ഇത് തന്നെ തരന്നു വന്നിട്ട് കംസൻ അയച്ച വിഷഭാസുരൻ വിഷഭം എന്ന് വെച്ചാൽ കാളയുടെ രൂപം പ്രാപിക്കാൻ കഴിവുള്ള ഒരു ആസുരൻ. ഭയങ്കര ഒരു കാളയുടെ രൂപം തന്നെ കണ്ട പേടി. അങ്ങനെ മുട്ടനൊരു മുക്കറ ഇട്ടുകൊണ്ട് കൊമ്പും കുലുക്കിക്കൊണ്ട് ഓടി വന്ന് ചുമരൊക്കെ മണ്ണ് ചെളി കൊണ്ടുണ്ടാക്കിയ ചുമരുകളാണല്ലോ, അതൊക്കെ കുത്തി പൊട്ടിക്കാനും ഒക്കെ തുടങ്ങി. പിന്നെ ഭയങ്കരമായിട്ട് മുക്കറയിട്ട് ഓട്ടിച്ച് അവിടെ ഇവിടെയും ചവിട്ടി മെതിച്ച് എല്ലാം കുത്തി മറിച്ചിങ്ങനെ കിടക്കുകയാണ്. അപ്പത്തേക്കും ഒരു ഗോകുലം വിട്ട് എല്ലാവരും ഓടിപ്പോയി പേടിച്ചിട്ട് കൃഷ്ണനെ വിളിക്കാനായിട്ട്. കൃഷ്ണനെ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരുത്തം വന്നിട്ട് പേടിയാവണം, ഓടിവാ കൃഷ്ണ എന്ന് പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ വേഗം ഓടി വന്ന് നോക്കിയപ്പം അസുരൻ കുളമ്പ് കൊണ്ട് മണ്ണ് മാന്തി കൃഷ്ണന്റെ നേരെ പാഞ്ഞടുക്കുകയാണ്. കൃഷ്ണൻ എന്ത് ചെയ്തു, അവനെ കൊമ്പുകളിൽ പിടിച്ചിട്ട് 18 അടി പുറകോട്ട് വലിച്ചിട്ടൊറ്റേറെറിഞ്ഞു. അത് നേരെ പോയി കൊമ്പുകളിൽ പിടിച്ച് നിലത്തടിച്ച് കാൽ കൊണ്ട് ചവിട്ടി പിടിച്ചു. അപ്പൊ എന്ന് വെച്ചാൽ കൃഷ്ണന് എന്തുകൊണ്ടാണ് 10 വയസ്സുള്ള കൃഷ്ണൻ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്? ഗരിമ മഹിമ എന്നുള്ള ഒരുപാട് അഷ്ടസിദ്ധികളുണ്ട് ഭഗവാന്. ആവശ്യം വരുമ്പോ ഈ അസുരന്മാരിൽ പ്രയോഗിക്കുന്നതൊക്കെ ഈ അഷ്ടസിദ്ധികളാണ്.
അപ്പൊ ഇവിടെ എന്താണ്, ഭഗവാൻ കാൽ കൊണ്ട് ചവിട്ടി, കൊച്ചു കൃഷ്ണൻ കാലുകൊണ്ട് ചവിട്ടിച്ച് ഇത്രയും വലിയൊരു കാളയെ എങ്ങനെ കൊല്ലാൻ പറ്റും? ഭഗവാന്റെ മഹത്വം. തൃണാവർത്തനായപ്പം ഗരിമ വന്നതുപോലെ അതുപോലെ ചവിട്ടി പിടിച്ച് അതിനെ, കാളയെ വലിച്ചു കൊന്നു. എന്നിട്ട് കൊമ്പൂരി പിടിച്ച് അതുകൊണ്ട് തന്നെ അടിച്ച കാളയെ കൊന്നു. അങ്ങനെ അസുരൻ ചത്തു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കംസന്റെ രാജധാനിയിൽ ഒരു വിസിറ്റർ വന്നു. ആരറിയാമോ? നാരദ മഹർഷി. നാരദ മഹർഷി ഇതൊന്നും ഇങ്ങനെയൊന്നും പോയാൽ പോരാ, കംസനെ കൊല്ലണ്ടേ, അതിനല്ലേ ഭഗവാൻ അത് ആദ്യമായിട്ട് കംസനെ കൊല്ലണം. ആ അവതാര ദൗത്യം ആദ്യം ചെയ്യണം. പിന്നെ ഒരുപാട് ദൗത്യങ്ങളാണ്, കൃഷ്ണന്റെ ജീവിതം മുഴുവൻ ദൗത്യമാണ്. അപ്പൊ ആദ്യത്തെ ദൗത്യം ഈ കംസനെ കൊല്ലുക. കംസൻ മഹാദുഷ്ടനാണല്ലോ, അപ്പൊ അവനെ കൊല്ലലാണ് ആദ്യം. കംസന്റെ പിന്നെ മരുമകനാണ് ജരാസന്ധൻ. അങ്ങനെ ദുഷ്ടന്മാരുടെ ഒരു കൂട്ടമാണ് കംസന്റെ 8 ബ്രദേഴ്സ്, എല്ലാം ദുഷ്ടന്മാരാണ്. അപ്പം നാരദ മഹർഷി കംസന്റെ അടുത്ത് പറഞ്ഞു, ദേവകിയുടെ എന്നും നിങ്ങളൊരു മണ്ടച്ചാര് തന്നെ, നിങ്ങൾക്ക് ഒരു വസ്തു അറിയില്ല, ഈ ഹുങ്ക് മാത്രമേ ഉള്ളൂ, മനസ്സിലായില്ലേ, ഒന്നും അറിയില്ല. ആ ദേവകിയുടെ പിന്നെ 8ാമത്തെ കുട്ടി പെൺകുട്ടി എന്നല്ലേ നീ വിചാരിച്ചത്? എന്തൊരു മണ്ടനാ നീ. ഭഗവാന്റെ വാക്ക് എവിടെയെങ്കിലും തെറ്റാവോ? അത് പെൺകുട്ടിയൊന്നും ആയിരുന്നില്ല, അത് ആൺകുട്ടി തന്നെ ആയിരുന്നു. എന്താ നടന്നതെന്ന് നിനക്കറിയോ? അതായത് ഈ ഇവിടെ കിടന്ന ആൺകുട്ടി എടുത്തുകൊണ്ട് കൂട്ടുകാരനായ നന്ദഗോപന്റെ വീട്ടിൽ കൊണ്ട് കിടത്തിയപ്പോ അവിടെ ഉണ്ടായ പെൺകുട്ടി എടുത്ത് ഇവിടെ കൊണ്ടു തന്നു. നീ വിചാരിച്ചു അവർ രണ്ടുപേരും പെൺകുട്ടിയാണെന്നൊക്കെ വിചാരിച്ച് അതിനെ കൊല്ലാൻ നോക്കി. ദേവി മഹാമായയാണ്. ദേവിയാണ് അവിടെ യോഗമായയാണ് ജന്മമെടുത്തിരുന്നത്. കണ്ടല്ലോ, ബലരാമനും ശ്രീകൃഷ്ണനും ദേവകിയുടെ പുത്രന്മാരാണ്, നിന്നെ കൊല്ലാൻ വേണ്ടി തന്നെ ജനിച്ചവരാണ് എന്ന് മനസ്സിലായോ? അവിടെ നടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കംസന് സർവാംഗം വിറയ്ക്കാൻ തുടങ്ങും കൃഷ്ണൻ. എന്നിട്ട് നിന്റെ ആൾക്കാരെയൊക്കെ എന്നെ പുല്ലുപോലെയല്ലേ കൊന്നു തല്ലുന്നത്, എത്ര പേരെയാണ് കൊന്നു തള്ളിയിരിക്കുന്നത്, നിനക്കിത് വല്ലതും അറിയുന്നുണ്ടോ കംസ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട്, എന്നാ ഇപ്പൊ തന്നെ വസുദേവനെ കൊല്ലാം എന്ന് പറഞ്ഞ് വാളും എടുത്ത് ഊരി കൊണ്ടുപോകുമ്പം നാരദൻ തടഞ്ഞു. നാരദൻ പറഞ്ഞു, അവരുടെ മക്കളല്ലേ നിന്റെ കാലം, നീ ഇപ്പൊ വസുദേവനെ കൊന്നിട്ട് നിനക്ക് എന്ത് കിട്ടും? വസുദേവനെ കൊന്നിട്ട് എന്താ കാര്യം? വസുദേവനെയും ഭാര്യയും നീ പൂട്ടിയിട്ടോ, പക്ഷെ അവരെ കൊന്നുന്നോണ്ട് നിനക്ക് പ്രയോജനമൊന്നുമില്ല, നിന്നെ കൊല്ലാൻ ജനിച്ചിരിക്കുന്ന അവരുടെ മക്കളാണ്, അവരെയാണ് കൊല്ലേണ്ടതെന്ന് പറയും. എന്ന് പറഞ്ഞിട്ട് ഈ വസുദേവനെയും ദേവകിയും വീണ്ടും ജയിലിലാക്കി, കല്ലറയിലാക്കി പൂട്ടിയിടാൻ ഏർപ്പാടാക്കിയിട്ട് കംസൻ നാരദ മഹർഷി പോവുകയും ചെയ്തു. കംസൻ അപ്പൊ കേശി എന്നൊരു അസുരനുണ്ട്. ആ കേശിയുടെ അസുരൻ അയാളുടെ ഗുണം എന്ന് വെച്ചാൽ അയാൾക്ക് നല്ല വലിയ കുതിരയാവാനുള്ള കഴിവുണ്ട്. കുതിര എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കണല്ലോ കൊച്ചു കുതിര എന്നല്ല, ഹ്യൂജ് കുതിര, ഭയങ്കര ഒരു കുതിര ആവാനുള്ള കഴിവുണ്ട്. തീയാണ് അതിൻ്റെ വായിന്ന് വമിക്കണം, അങ്ങനെ തീ വമിക്കുന്ന പോലെയുള്ള ഒരു കുതിര. അപ്പൊ ആ കേശിയെ വിളിച്ചിട്ട് പറഞ്ഞു, ചാണൂരൻ, മുഷ്ടികൻ, ശകൻ, തോശലൻ തുടങ്ങിയ എല്ലാ പിന്നെ അയാളുടെ മന്ത്രിമാരെ എല്ലാവരെയും വരുത്തി, ആനക്കാരെയൊക്കെ വരുത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാം മഹാവീരന്മാരല്ലേ, വസുദേവന്റെ 2 മക്കള് എന്നെ കൊല്ലാനായിട്ട് ജനിച്ചിട്ടുണ്ട്, അവരെ നമുക്കിവിടെ വരുത്താം. അവരെ ഇവിടെ വരുത്തുമ്പം നിങ്ങൾ വേണം അവരെ കൊല്ലാൻ, മനസ്സിലായില്ലേ? നല്ല രംഗത്ത് ഇറങ്ങിയിട്ട് അവരെ കാണികൾ നോക്കിയിരിക്കുമ്പോ നിങ്ങള്, ചാണൂരനും മുഷ്ടികനും ഭയങ്കര മല്ലന്മാരാണ്, അവര് നിങ്ങളെ കൊല്ലണം. എന്നിട്ട് എല്ലാവരും കാണട്ടെ. അതിലെ കുവലയാപീഠം എന്ന് പറഞ്ഞ വലിയൊരു ആനയുണ്ട്, ദുഷ്ടനായ ഒരു ആന, മതമാണ് എപ്പോഴും. ആ മത ആനയെ പിടിച്ച് രംഗത്ത് ആദ്യം ദ്വാരത്തിൽ നിർത്തണം, വന്ന് തന്നെ മതയാന അവരുടെ കഥ കഴിച്ചോളണം. പ്ലാൻ ഇടുകയാണ് കേട്ടോ ഇങ്ങനെ ഒരു. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരെ കൊല്ലണമെങ്കിൽ ഇവിടെ വരുത്തണമല്ലോ. അതിനിപ്പോ എന്ത് ചെയ്യണം? അതിന് ധനുർയാഗം എന്ന് വെച്ചാൽ വലിയൊരു ധനുസ്സുണ്ട് കംസന്റെ കയ്യില്. അപ്പൊ ആ ധനുസ് കാണാനായിട്ട് ധനുർയാഗം നടത്തുകയാണ്. അപ്പൊ ധനുർയാഗം നടത്തുമ്പോൾ വലിയ ഉത്സവമാണ്, എല്ലാ സ്ഥലത്തു നിന്നും പ്രജകളെ എല്ലാവരും വിളിക്കും. അപ്പൊ നന്ദഗോപുരമൊക്കെ കംസന്റെ പ്രജകളാണ്, ടാക്സ് കൊടുക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ എല്ലാവർക്കും വരുത്തി, എല്ലാവരും പിന്നെ കാഴ്ചദ്രവ്യങ്ങളുമായിട്ടൊക്കെ വരും. എന്നിട്ട് അവസാനം പിന്നെ ഒരുപാട് ഈ മൃഗങ്ങളെ ബലി കൊടുത്ത് ആ യാഗം അവസാനിപ്പിക്കും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അതിന് പകരം നമുക്ക് ഇവരെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്നിട്ട് ഈ കേശി എന്നുള്ള അസുരൻ അപ്പം വൃന്ദാവനത്തില് ഭണ്ഡീരകം അവിടെ ആ വനത്തിലേക്ക് പോകും. അവിടെ ചെന്നിട്ട്
കൊല്ലാന്ന് വിചാരിച്ചു. ഭയങ്കര ചാടി എന്താ പറയാ, ആ മണ്ണൊക്കെ ഇളക്കി കുതിച്ച് പാഞ്ഞ് ഓടി വരും. ബലരാമന്റെ നേരെ ആദ്യം വന്നു. അപ്പത്തേക്കും കൃഷ്ണൻ ഇടപെട്ടു. കൃഷ്ണന്റെ നേരെ വന്ന് കൊല്ലാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോ ചാടി ഓടി ഭയങ്കര, ഇവര് കൊച്ചു പിള്ളേരല്ലേ, ചെറിയ കുട്ടികളാണ്. അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്തു, കേശിയുടെ വായ്ക്കകത്തോട്ട് കൈ ഇട്ടു കൊടുത്തു. വായ ഇങ്ങനെ തുറന്നല്ലേ വരണം, അപ്പൊ വായ്ക്കകത്തേക്ക് കൈ ഇട്ടു കൊടുത്തു. കൈ അകത്ത് കേറിയതും ആ കൈ അവിടെ ഇരുന്നിട്ട് വലുതായി 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 അതിന് തീ വമിക്കാൻ തുടങ്ങി. കേശിക്ക് ചുണ്ടും നാവും അണ്ണാക്കും എല്ലാം പൊള്ളിപ്പടഞ്ഞാന് കൈ തുപ്പിക്കളയാൻ പറ്റുന്നില്ല, കൈ മാറ്റാൻ പറ്റുന്നില്ല. കേശി എന്തൊക്കെ ചെയ്തിട്ടും തിരിഞ്ഞും മറിഞ്ഞും ഒരുപാട് തരം അഭ്യാസം കാണിച്ചിട്ടും ആ കൈ മാറ്റാൻ പറ്റുന്നില്ല. അവസാനം അവൻ ചത്തു വീഴുമ്പോ ഭഗവാൻ കൈ പിൻവലിച്ചു. സാധാരണ പോലെ. അങ്ങനെയാണ് ഭഗവാന് കേശവൻ എന്നുള്ള പേര് കിട്ടത്. കേശം, നല്ല സുന്ദരമായ കേശം ഉള്ളത് കൊണ്ടും കേശി എന്ന അസുരനെ കൊന്നതുകൊണ്ടും ഭഗവാന് കേശവൻ എന്നുള്ള പേര് കിട്ടും. അങ്ങനെ പിന്നെ അങ്ങനെ കേശിയുടെ കഥ കഴിച്ചു. ഇനിയിപ്പോ ചാണൂകൻ, മുഷ്ടൂരൻ അവരെയൊക്കെയാണ്, മുഷ്ടികൻ ചാണൂരനെയൊക്കെയാണ്, അവരെയൊക്കെ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നീ ക്ഷണിക്കണമല്ലോ, ക്ഷണിക്കാതെ ആരും വരില്ലല്ലോ. അപ്പൊ അക്രൂരൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ഭയങ്കര ഭക്തനാണ്. ഭഗവാന്റെ ഭക്തനാണ്, പിന്നെ ബന്ധുക്കളുമാണ് കേട്ടോ വസുദേവന്റെ വഴിയിൽ. അപ്പോ അക്രൂരനെ, കൃഷ്ണനെ കാണുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ പേടിയാണ്. കംസനെ പറഞ്ഞിട്ട് പോവാനൊന്നും പറ്റില്ല ഒരിടത്തും. ഗോകുലത്തിലൊക്കെ പോണമെന്ന് പറഞ്ഞാൽ കംസൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ ആ ആഗ്രഹം അടക്കി ഇങ്ങനെ നിർത്തുമായിരുന്നു. അപ്പോ പിന്നെ കംസൻ എന്ത് ചെയ്തു, അക്രൂരൻ വളരെ ശ്രേഷ്ഠമായ സ്വഭാവമുള്ള ആളാണ്. ക്രൂരതേ ഇല്ലാത്ത ആൾ, അതാണ് അക്രൂരന്റെ അർത്ഥം തന്നെ. അപ്പൊ ഒരു ക്രൂരതയില്ലാത്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് വളരെ സ്നേഹത്തോടെ സൗമ്യമായിട്ട് പറഞ്ഞു, അക്രൂര, എനിക്കൊരു സഹായം ചെയ്തു തരണം കേട്ടോ. എന്താണെന്നറിയാമോ, എനിക്കൊരു മിത്രകൃത്യം, അതായത് ഒരു സുഹൃത്തിനോട് ചെയ്യുന്നത് പോലെയുള്ള ഒരു കൃത്യം എനിക്ക് ചെയ്തു തരാനുണ്ട്. അതായത് പിന്നെ ഭോജവൃഷ്ണികളില്, വൃഷ്ണികുലത്തിലാണ് അക്രൂരനും ജനിച്ചിരിക്കുന്നത്. ആ വൃഷ്ണികുലത്തിൽ ജനിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയോടാണ്. അതുകൊണ്ട് അങ്ങ് ഒരു കാര്യം ചെയ്യണം, ഒരു ഗൗരവമേറെ കാര്യം, സാധാരണ കാര്യമൊന്നും പറഞ്ഞു വെച്ചാൽ ശരിയാവൂല, അങ്ങ് തന്നെ പോകണം. അതായത് നന്ദഗോപന്റെ അവിടെ പോണം. വൃന്ദാവനത്തിൽ പോയിട്ട് നന്ദഗോപൻ രാജാവാണ് അവിടുത്തെ ഗോപന്മാരുടെ. അവിടെ ചെന്നിട്ട് അവിടെ ഉള്ള കുട്ടികള്, വസുദേവ പുത്രന്മാരെയും കൃഷ്ണൻ, ബലരാമനെയും എല്ലാവരെയും ഗോപന്മാരെയും, സ്ത്രീകളെ സ്ത്രീകൾക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പ്രവേശനമില്ല, പുരുഷന്മാർക്കാണ്. എല്ലാവരെയും ക്ഷണിച്ചു കൊണ്ടുവരണം. അതിനായിട്ട് പിന്നെ അപ്പം പക്ഷെ ഒരു കാര്യമുണ്ട്, അവരെ വിളിച്ചുകൊണ്ട് വരണം. എന്തിനാണെന്നറിയാമോ? അവരെ കൊല്ലിക്കാനാണ് കൊണ്ടുവരുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞേക്കാം. ക്രൂരനോട് പറയാ കംസൻ. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ക്ഷണിക്കുന്നത്. അതുകൊണ്ട് പോയി എല്ലാവരെയും കൊണ്ടുവരാൻ പറ. അത് പറയാ, എന്റെ അച്ഛനും ഉണ്ടല്ലോ, കിഴവനാണ്, എന്നാലും രാജ്യക്കൊതിയനാണ്, അതുകൊണ്ട് അങ്ങേരെയും കൊല്ലണം. ഇവരെല്ലാവരെയും കൊല്ലണമെങ്കിൽ എനിക്ക് ശത്രുക്കളൊന്നുമില്ലാതെ സുഖമായിട്ടിരിക്കാൻ പറ്റും. അപ്പം ജരാസന്ധനാണെങ്കിൽ എനിക്ക് ഗുരുവിന് തുല്യനാണ്. അപ്പം പിന്നെ ശമ്പരൻ, നരകൻ, ബാണൻ എന്നിവരെല്ലാം എന്റെ സ്നേഹബന്ധത്തിലുള്ളവരാണ്. അപ്പൊ എല്ലാ രാജാക്കന്മാരും ദുഷ്ടന്മാരും ഇവരെല്ലാവരും എനിക്ക് സഹായമുണ്ടാവും. അപ്പൊ ധനുരാഗത്തിന് വേണ്ടി മധുരാപുരി അലങ്കരിച്ച് കാഴ്ചകളൊക്കെ കാണുന്നതിനായിട്ട് ഈ കുട്ടികളെയും പിന്നെ ഗോപന്മാരെയും നന്ദഗോപരെയൊക്കെ ക്ഷണിച്ചുകൊണ്ട് വരാനായിട്ട് പറഞ്ഞു. അക്രൂരൻ പറഞ്ഞു, രാജാവേ, സ്വന്തം നാശത്തെ എന്തിനാണ് അങ്ങ് തന്നെ ഇങ്ങനെ വിളിച്ചു വരുത്തണം? അപ്പം പിന്നെ കാര്യം സാധിച്ചാലും ഇല്ലെങ്കിലും മനസ്സ് സമനിലയിലായിരിക്കണം. എന്തെന്നാൽ ഫലദാതാവ് ഭഗവാനാകുന്നു. ആളുകൾ ദൈവഹിതങ്ങളായ ഓരോ കാര്യങ്ങൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യും. എന്നിട്ട് സന്തോഷവും സന്താപവും ഒക്കെ നേടും. എന്നിട്ട് പിന്നെ അതിനുള്ള ഫലം അനുഭവിക്കാൻ കഴിയാതെ കിടന്ന് നിലവിളിക്കും. അതുകൊണ്ട് ഇതിനെയൊക്കെ ആലോചിച്ചിട്ട് ചെയ്യണം. എന്തായാലും അങ്ങ് പറഞ്ഞില്ലേ, അങ്ങ് ഒരു ആജ്ഞ ഞാൻ അനുസരിക്കാം, ഞാൻ പോയി വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ നാരദ മഹർഷി അമാനുഷനായ കൃഷ്ണന്റെ അടുത്ത് വന്നിട്ട് രഹസ്യമായിട്ട് പറയാണ്, കൃഷ്ണ, മറ്റന്നാള് ചാണൂരൻ, മുഷ്ടികൻ മുതലായ മല്ലന്മാരെയും കുവലപീഡനെയും തയ്യാറാക്കി നിർത്തിക്കൊണ്ട് ധനുർ രാഗത്തിന് വിളിക്കാനായിട്ട് വരും ഇപ്പൊ ഒരാള് കേട്ടോ.
അപ്പോഴ് പിന്നെ അപ്പൊ നേരത്തെ കുട്ടി പറയാണ്, അങ്ങ് ഈ കുവലയപീഠത്തിനെയും മുഷ്ടൂരനെയൊക്കെ കൊല്ലുന്നത് ഞാൻ കാണും. ചാണൂരൻ, മുഷ്ടിയൻ എന്ന മല്ലന്മാരെയും കുവലപീഠത്തെയും കൊല്ലുന്നതും കംസനെയും കൊല്ലുന്നതും 3 ദിവസത്തിനകം ഞാൻ കാണാൻ പോവാണ്. നാരദൻ വന്ന് കൃഷ്ണനോട് പറയാണ്. അപ്പോ പഞ്ചാനനൻ, യവനൻ, മുരൻ, നരകൻ എന്നിവരെ എല്ലാം അങ്ങ് ഹരിക്കും. പാരിജാതം അപഹരിക്കും. ഇന്ദ്രനെ തോൽപ്പിക്കും. വീരശുൽക്കകളായ കന്യകളെ വേൽക്കും. ദ്വാരകയിൽ നൃഗന് മോക്ഷം നൽകും. ജാമ്പവതിയോടൊപ്പം സമന്തകത്തെ സ്വീകരിക്കും. അതായത് കൃഷ്ണൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നീ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ, അതായത് കൃഷ്ണൻ വൃന്ദാവനം വിട്ടു പോവാൻ സമയമായി. 11 വയസ്സാവുകയാണ് കൃഷ്ണന്. അപ്പൊ പൗണ്ഡ്രകനെ കൊല്ലും. പൗണ്ഡ്രകൻ ആരാണ്? ഭഗവാന്റെ വേഷം അണിഞ്ഞ് നടന്നവൻ. കാശിപുരി രാജസൂയത്തിന് ദന്തവക്ത്രനെ കൊല്ലും. ശിശുപാലനെ കൊല്ലും. അപ്പൊ ഭാവിയിൽ നടക്കാൻ പോകുന്ന കൃഷ്ണാവതാരത്തിൽ നടക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, കൃഷ്ണ ഇതെല്ലാം ഞാൻ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടാവും. അതുകൊണ്ട് അങ്ങ് ഭൂഭാരം നശിപ്പിക്കുവാനായിട്ട് ജന്മമെടുത്തതാണ്. അങ്ങ് പാർത്ഥസാരഥിയായിട്ട് അനേകം അക്ഷൗണി പടകളെ നശിപ്പിക്കുന്നതും ഞാൻ കാണും. കൈവല്യജ്ഞാനമൂർത്തിയും സത്യസങ്കല്പനും മായാതീതനുമായ ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. സർവേശ്വരനും അനന്യാശ്രയനുമായ അങ്ങ് വിശ്വത്തെ സൃഷ്ടിക്കുന്നവനും ലീലയോടുകൂടി മനുഷ്യരൂപം ധരിച്ചിരിക്കുന്നവനുമായ അങ്ങയെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നാരദ മഹർഷി കൃഷ്ണനെ വന്ന് നമസ്കരിച്ച്, ഭാവിയിൽ വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാൻ അറിയാം, അത് നാരദൻ കാണും എന്നുള്ള ഒരു ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ അടുത്ത് യാത്ര ചോദിച്ച് പോകും. അപ്പോഴത്തേക്കും ഗോവർദ്ധന സാനുക്കളിൽ ഇങ്ങനെ ഗോക്കളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പം അവര് ഇതിന് വിളിക്കാൻ വരെ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. അവിടെ കംസന്റെ രാജധാനിയിൽ നടന്ന കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. ഇവിടെ എന്ത് നടക്കുന്നു? ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പം ഒരു വ്യോമാസുരൻ ഇവിടെ വരും. കംസൻ ഓരോ അസുരന്മാരെയായിട്ട് അയക്കുകയാണല്ലോ. അങ്ങനെ ആടുകളും ചിലർ കാവൽക്കാരും അവര് കള്ളനും പോലീസും കളിക്കുകയാണ്, മനസ്സിലല്ലേ? ചിലർ കള്ളന്മാരാവും, ചിലർ പോലീസുകാരാവും, ചിലർ കാവൽക്കാരാവും. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വ്യോമാസൻ എന്ത് ചെയ്തു? ഈ കുട്ടികളുടെ ഒരു രൂപം ധരിച്ചു. എന്ന് വെച്ചാൽ കുറച്ച് കുട്ടികൾ ഇവിടെ നിൽക്കുന്നു, കുറച്ച് കുട്ടികൾ അങ്ങോട്ട് പോകുന്നു. അപ്പം കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വ്യോമാസൻ എന്ത് ചെയ്തു? ഒരു കുട്ടിയുടെ വേഷം ധരിച്ചുകൊണ്ട് ഓരോരുത്തരായിട്ട് പിടിച്ചുകൊണ്ട് പോയി പിന്നെ ഒരു ഗുഹയ്ക്കകത്ത് അടച്ചിടും. 4-5 ഗോപന്മാർ മാത്രമേ ബാക്കിയുള്ളെന്ന നിലയായി. അപ്പോൾ ഭഗവാൻ അവന്റെ വേല മനസ്സിലായി. സിംഹം ചെന്നായി എന്ന പോലെ അവനെ പിന്തുടർന്ന് പിടികൂടി. അപ്പോൾ അവന്റെ പർവ്വത തുല്യമായ സ്വരൂപമെടുത്ത് പിടിപിടിച്ചു പോകുവാനായിട്ട് വ്യോമാസുരൻ, വ്യോമം എന്ന് വെച്ചാൽ എന്താണ്? ആകാശം എന്നാണ് അർത്ഥം. അത്ര വലിയ രൂപം പ്രാപിക്കുവാൻ കഴിവുള്ള അസുരൻ. അപ്പം അവന് അവിടെ ചെന്ന്, പക്ഷെ കഴിഞ്ഞില്ല. ആ പശുപാലകനെ കൊന്ന് ഗുഹയുടെ അടപ്പൂരി ഭഗവാൻ ഗോപന്മാരെ രക്ഷിച്ചു. ഗുഹ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു ഗോപന്മാരെയൊക്കെ കൊല്ലാനായിട്ട്. അവരെയൊക്കെ തിരിച്ച് ഗോകുലത്തിലെത്തിച്ചു. ഈ സമയത്ത് ബുദ്ധിമാനായ അക്രൂരൻ അന്ന് രാത്രി മധുരയിൽ താമസിക്കും. എന്നിട്ട് പിറ്റേ ദിവസം പുലർകാലത്ത് തേരിൽ കയറി ഗോകുലത്തിലേക്ക് യാത്രയായി. മഹാഭാഗനായ അക്രൂരൻ, ഭയങ്കര ഭക്തനാണ് അക്രൂരൻ. ഭയങ്കര ഭക്തനായ അക്രൂരന് എന്താണ് സന്തോഷം? ഇന്നെനിക്ക് ഭഗവാനെ കാണാം, ഞാൻ പുണ്യവാൻ തന്നെ. എന്തിനാണ് പോണെന്നുള്ളതൊന്നും അദ്ദേഹത്തിന് വശമല്ല. അതൊന്നും അദ്ദേഹത്തിന് ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് എന്റെ ഭഗവാനെ കാണാം. ഇതുവരെ കാണാൻ ആഗ്രഹിച്ചിട്ട് കാണാൻ പറ്റിയിട്ടില്ല. കാരണം കംസൻ സമ്മതിക്കില്ല. കംസനെ പേടിച്ചു പോകാനും പറ്റില്ല. അപ്പൊ കംസൻ തന്നെ പറഞ്ഞയക്കല്ലേ. അപ്പൊ ആ ഒരു സന്തോഷത്തോടുകൂടി അക്രൂരൻ ശ്രീകൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് ഗോകുലത്തെത്തി. അവിടെ അപ്പോഴത്തേക്കും സൂര്യൻ അസ്തമിച്ചു. സൂര്യൻ അസ്തമിച്ചപ്പോഴത്തേക്കും താഴെ നോക്കുമ്പോ എന്താ? കൃഷ്ണനെല്ലാം അവിടെ ഓടിക്കളിച്ചതല്ലേ. അപ്പൊ അവിടെ കൃഷ്ണന്റെ പാദമുദ്രകളെല്ലാം അക്രൂരൻ കണ്ടു. അപ്പൊ അക്രൂരൻ എന്ത് ചെയ്തു? താഴെ ഇറങ്ങി. തേരുന്ന് താഴെ ഇറങ്ങിയിട്ട് കണ്ണുനീര് വാർത്തുകൊണ്ട് ആ മണ്ണിൽ കിടന്ന് ഉരുളുകയാണ്. ഭഗവാന്റെ പാദരേണുക്കളല്ലേ, ഭഗവാന്റെ പാദമാണ് ഇവിടെ പതിഞ്ഞിരിക്കുന്നത്. ഇവിടെ എനിക്ക് ചവിട്ടാൻ പറ്റില്ല, അവിടെ ഞാൻ ചവിട്ടില്ല. അവിടെ കിടന്ന് ഉരുളും. അവിടെ തേന്ന് ചാടി ഇറങ്ങി അവിടെ കിടന്ന് ഉരുണ്ട്. അപ്പത്തേക്കും നോക്കിയപ്പം ദൂരെ പിന്നെ ഗോക്കളെയൊക്കെ വൈകുന്നേരം കൊണ്ടാക്കിയിട്ട് ഒക്കെ കുളിച്ച് വൃത്തിയാക്കി പാല് കറക്കൊക്കെ ആണല്ലോ. അവിടെ നീലാംബരധാരിയായ രാമനും
പീതാംബരധാരിയായ കൃഷ്ണനും. ബലരാമൻ എപ്പോഴും നീല വസ്ത്രമാണ് അണിയുന്നത്, ശ്രീകൃഷ്ണൻ എപ്പോഴും മഞ്ഞ വസ്ത്രം, പീതവസ്ത്രമാണ്. അവർ രണ്ടുപേരും നിൽക്കുന്ന കണ്ടു. രണ്ടുപേരും സുന്ദരന്മാര്, അതിസുന്ദരന്മാര്. ഒരാള് ശ്വേതവർണ്ണനും ഒരാള് കൃഷ്ണവർണ്ണനും. ഭക്തിപരവശനായ അക്രൂരൻ രാമന്റെയും കൃഷ്ണന്റെയും പാദത്തിൽ ദണ്ഡ നമസ്കാരം ചെയ്ത് ആനന്ദവാസിൽ ആറാടി പുളകമണിഞ്ഞു അക്രൂരൻ. പിന്നെ സ്വനാമം ചൊല്ലി അഭിവാദനം ചെയ്യാൻ ഞാൻ അക്രൂരനാണെന്ന് പറയാനുള്ള ശക്തിയില്ല. പ്രീതനും ഭക്തവത്സലനുമായ ഭഗവാൻ അക്രൂരന്റെ ഉദ്ദേശം മനസ്സിലാക്കി പിടിച്ചെഴുന്നേൽപ്പിച്ച് കെട്ടിപ്പിടിച്ചു. അവരൊരു കുടുംബത്തിലുള്ളവരാണല്ലോ. ബലരാമനും അക്രൂരനെ ആലിംഗനം ചെയ്ത് അക്രൂരന്റെ കൈ പിടിച്ചുകൊണ്ട് അനുദിനോടുകൂടി അവര് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്, നന്ദഗോപന്റെ വീട്ടിലേക്ക്. അപ്പം അക്രൂരന്റെ കാലുകൾ രാമൻ സാരം തലോടി കൊണ്ടിരുത്തി ശുശ്രൂഷ ചെയ്യാണ്, ഒരുപാട് ദൂരം വന്നതല്ലേ. അങ്ങനെ രണ്ടുപേരും അച്ഛന്റെ അവിടെ കൊണ്ട് നന്ദഗോപന്റെ ഗൃഹത്തിലെത്തി നല്ല സേവ ചെയ്തിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ താമ്പൂലമൊക്കെ നൽകി അങ്ങനെ ഇരുന്നപ്പം ഭഗവാൻ അക്രൂരനോട് ചോദിച്ചു, സൗമ്യ, അങ്ങ് വന്നത് വളരെ നന്നായി, അങ്ങേക്ക് മംഗളം ഉണ്ടാകട്ടെ. യാത്ര സുഖമായിരുന്നല്ലോ? നമ്മുടെ സ്വജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും സുഖമല്ലേ? അവർക്കൊക്കെ ക്ഷേമമാണല്ലോ? ഞങ്ങൾ കാരണം ഞങ്ങളുടെ അച്ഛനമ്മമാർക്ക് എന്തെല്ലാം ക്ലേശങ്ങളാണ് അവർക്കറിയാം. വസുദേവനും ദേവകിയുമാണ് അച്ഛനും അമ്മയെന്നും. അങ്ങ് ഞങ്ങളെ ചൊല്ലി അവരുടെ മക്കൾ കൊല്ലപ്പെട്ടു, അവർ തുറുങ്കിൽ അടയ്ക്കപ്പെട്ടു. വളരെ കാലമായി കൊതിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ ഞങ്ങള് അക്രൂരനെ കാണാനായിട്ട് ഒരുപാട് കാലമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയായിരുന്നു. ഇന്ന് അങ്ങയുടെ ദർശനം ഞങ്ങൾക്ക് ലഭിച്ചു, ഞങ്ങൾക്ക് ഭാഗ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു. നീ എന്തിനാണ് വന്നത്? വന്ന കാരണം ഒന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ അക്രൂരൻ പറഞ്ഞു, കംസന് യാദവന്മാരോട് വർദ്ധിച്ചു വരുന്ന വൈരവും അവർ വസുദേവനെ വധിക്കാൻ ചെയ്യുന്ന ശ്രമം, അവരെ രണ്ടുപേരും വീണ്ടും കാരാഗ്രഹത്തിലാക്കിയ കാര്യം എല്ലാം വിസ്തരിച്ചു പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അതൊക്കെ ശരി തന്നെ, പക്ഷെ കംസന്റെ സന്ദേശം എന്താണ്, അത് പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ വന്നത് കൃഷ്ണനെ അറിയാലോ, നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോ പിന്നെ നാരദൻ വന്ന് കംസനോട് പറഞ്ഞു, നിങ്ങൾ രണ്ടാളും വസുദേവപുത്രന്മാരാണ്, അപ്പം നിങ്ങളാണ് കംസനെ കൊല്ലാൻ പോകുന്നത് എന്ന് നാരദര് വന്ന് അറിയിച്ചു. അതോടെ കംസന് ഭയങ്കര ദേഷ്യമായി. അപ്പൊ അതിന് സൂത്രപ്പണിയിലൂടെ നിങ്ങളെ കൊല്ലണം, അതിനു വേണ്ടി ഒരു യാഗം, ധനുർയാഗം നടത്താനായിട്ട് പ്ലാൻ ഇടുകയാണ്. അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന് ക്ഷണിക്കാനായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. നന്ദഗോപരെയും എല്ലാ ഗോപന്മാരെയും ബലരാമനെയും കൃഷ്ണനെയും എത്രയും പേരെ ക്ഷണിക്കണം, അതിനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ നന്ദഗോപനോട് ഇങ്ങനെയൊന്നും പറയാതെ നന്ദഗോപരോട് പറഞ്ഞത്, കംസരാജാവ് രാജധാനിയിൽ ഒരു വലിയ യാഗം നടത്തുന്നു, അപ്പൊ പ്രജകളെ എല്ലാവരെയും അതിന് ക്ഷണിക്കുകയാണ്. അപ്പൊ അങ്ങും അങ്ങയുടെ പ്രജകളും അങ്ങയുടെ ആൾക്കാരും എല്ലാവരും ആ യാഗത്തിന് വരണം, കുട്ടികളെയും കൂടെ കൊണ്ടുവരണം. ഇതാണ് കംസൻ തന്ന സന്ദേശം എന്ന് കൃഷ്ണനോടും ബലരാമനോടും പറഞ്ഞതുപോലെയല്ല, അല്ലാതെ മയത്തിൽ നന്ദഗോപരോട് പറഞ്ഞു. അപ്പൊ നന്ദഗോപർ പറഞ്ഞു, അയ്യോ, പാലും വെണ്ണയും അവർക്ക് അതല്ലേ കൊടുക്കാനുള്ളൂ, പാലും വെണ്ണയും ഒക്കെ സമ്മതിച്ച് തിരുമുൽ കാഴ്ച കൊടുക്കണമല്ലോ, രാജാവിനെ കാണാൻ പോകുമല്ലേ. അപ്പൊ തിരുമുൽ കാഴ്ച കൊടുക്കണം, വണ്ടികളൊക്കെ തയ്യാറാക്കി നമുക്ക് നാളെ രാവിലെ മധുരയ്ക്ക് പോകണം. രാജാവിന് കൊടുക്കാനുള്ള ഗോരസം എന്ന് വെച്ചാൽ പശുവിന്റെ പാല്, പിന്നെ പാലിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, അതാണ് ഗോരസങ്ങൾ. പലതരം മധുര പലഹാരങ്ങളും അതെല്ലാം നമുക്ക് കാഴ്ചവെക്കണം. അതുകൊണ്ട് അതൊക്കെ ഇഷ്ടമായിട്ടൊരു ഉത്സവം നടത്തുന്നുണ്ട്, അതും നമുക്ക് കണ്ടിട്ട് വരാം. അപ്പം ഒരുപാട് പേരൊന്നും അവിടെ പോയിട്ടില്ല, കുട്ടികൾ പോയിട്ടേ ഇല്ലല്ലോ, കൃഷ്ണന്റെ കൂട്ടുകാരും ഇവരാരും പോയിട്ടേ ഇല്ല. അപ്പൊ കുട്ടികളെ എല്ലാരെയും കൊണ്ടുപോവാണ്. ഞാന് നന്ദൻ ഗോകുലം മുഴുവൻ രക്ഷാദേരെ കൊണ്ട് കൊട്ടി അറിയിച്ച് ശ്രീരാമകൃഷ്ണന്മാരെ മധുരയ്ക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അക്രൂരൻ വന്നിട്ടെന്ന് വെച്ചാൽ ഗോപികൾക്ക് ഭയങ്കര സങ്കടമായി. ഗോപികൾ വിചാരിച്ചു, അക്രൂരനല്ല, ഇവൻ മഹാക്രൂരനാണ്, ഞങ്ങളുടെ കൃഷ്ണനെ ഞങ്ങളിൽ നിന്ന് അകറ്റി മധുരയിലേക്ക് കൊണ്ടുപോകാനായിട്ട് വന്ന ഈ മനുഷ്യൻ എങ്ങനെയാ അക്രൂരനാവുക, ഇയാളെ ക്രൂരനല്ലേ എന്ന് പറഞ്ഞിട്ട് അവര് ഭയങ്കരമായ സങ്കടം വന്നിട്ട് ദാമോദര കരഞ്ഞു വിളിച്ചു നന്ദവാടിയിലെത്തും. അപ്പൊ അക്രൂരൻ സന്ധ്യാവന്തനം ചെയ്ത് തേരിലേറി തേര് തെളിയിച്ചു. എല്ലാ ഉപായങ്ങളൊക്കെ പറഞ്ഞിട്ടും ഗോപസ്ത്രീകൾ അടങ്ങൂല, എല്ലാവരും ആ തേരിന്റെ പുറകെ ഓടുകയാണ്. ഗോപികളും തങ്ങളുടെ പ്രിയന്റെ പിന്നാലെ പോയി. കൃഷ്ണൻ പുഞ്ചിരി കൊണ്ട് അവരെ പ്രീതരാക്കി അവർ അവിടെ നിലകൊണ്ടു. കൃഷ്ണൻ പുറവശത്തിരിക്കുകയാണ്, ഗ്രഹത്തിന്റെ ബാക്കിലിരിക്കുകയല്ലേ, നമ്മൾ കുതിരവണ്ടിയിലൊക്കെ ഇരിക്കണ പോലെ. ഗോപികളെ കണ്ട് കൃഷ്ണൻ പറഞ്ഞു, വേഗം ഞാൻ മടങ്ങി വരാം,
തേരിന്റെ കൊടിയും പൊടിയും കാണാതാകുന്നതുവരെ ഗോപികൾ അവിടെ തന്നെ നിന്നു. പ്രിയന്റെ ലീലകൾ പാടി ശോകമകറ്റി അവർ ദിവസം തള്ളി നീക്കി. അക്രൂരനോടും രാമനോടും കൂടി വായുവേഗമുള്ള തേരിൽ കയറി ഭഗവാൻ കാളിന്ദി നദിയിലെത്തി. കാളിന്ദി നദിയുടെ തീരത്തെത്തി. അവിടെ തേരിലെത്തിയപ്പോ രാമകൃഷ്ണന്മാർ ദേഹശുദ്ധി വരുത്തണമല്ലോ. കാളിന്ദിയിൽ ഇറങ്ങി ദേഹശുദ്ധി വരുത്തി ജലപാനമൊക്കെ ചെയ്തിട്ട് പിന്നെ ഒരു മരക്കൂട്ടത്തിന്റെ അടുത്ത് എന്നിട്ട് രാമനും കൃഷ്ണനും ഇരുന്നു. അപ്പത്തേക്കും അക്രൂരനും കുളിക്കണം. അക്രൂരൻ പ്രണവം ജപിച്ചുകൊണ്ട് ജലത്തിൽ മുങ്ങിയപ്പോ രാമകൃഷ്ണന്മാരുണ്ട് ജലത്തിനകത്തിരിക്കുന്ന കാണും. അപ്പൊ ഞാനിപ്പോ അവര് തേരിരിക്കുന്നത് കണ്ടതല്ലേ, അവരിവിടെ എങ്ങനെ വന്നു, അവരിപ്പോ തേരിലില്ലേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തലപൊക്കി തിരിഞ്ഞു നോക്കുമ്പം അവർ തേരിൽ തന്നെ ഇരിപ്പുണ്ട്. അവർ തേരിൽ തന്നെ മനക്കൂട്ടത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ പിന്നെ ഒന്നും കൂടെ മുങ്ങിയപ്പോ പിന്നെയും കൃഷ്ണനെയും രാമനെയും അവിടെ കണ്ടു. അപ്പം സിദ്ധ അങ്ങനെയാണ് കാണുന്നത്. ഇപ്പൊ രണ്ടാമത് കണ്ടപ്പം സിദ്ധചാരണ ഗന്ധർവ വിദ്യാധര വർഗങ്ങൾ എല്ലാവരും സുരന്മാരാലും വാഴ്ത്തപ്പെടുന്ന ഭഗവാനെയാണ് ഇപ്രാവശ്യം കണ്ടത്. ആദിശേഷന്റെ മുകളിൽ ശയിക്കുന്ന മഹാവിഷ്ണുവിന്റെ ദർശനമാണ് അക്രൂരന് ഭഗവാൻ നൽകിയത്. അക്രൂരൻ ഭഗവാനെ സ്തുതിച്ച് ഭഗവാൻ അക്രൂരന് ജലത്തിൽ സ്വരൂപം കാണിച്ചു കൊടുത്ത ശേഷം ആ രൂപം ഉപസംഹരിച്ചു. ഭഗവത് സ്വരൂപം മറന്നതായി കണ്ട് അക്രൂരൻ വെള്ളത്തിൽ നിന്നും പൊങ്ങി ആശ്ചര്യത്തോടെ തേരിനടുത്തേക്ക് പോയി. അപ്പോൾ ശ്രീകൃഷ്ണൻ ചോദിച്ചു, ആകാശത്തിലോ ഭൂമിയിലോ ജലത്തിലോ എന്ത് അത്ഭുതമാണ് അങ്ങ് കണ്ടത്? അങ്ങയെ കണ്ടിട്ട് എന്തോ ഒരു അത്ഭുതം കണ്ട പോലെ തോന്നുന്നല്ലോ, ഒന്നും അറിയാത്ത മാതിരി ചോദിക്കുകയാണ്. അപ്പൊ അക്രൂരൻ പറഞ്ഞു, മണ്ണിലോ വിണ്ണിലോ വെള്ളത്തിലോ ഉള്ള അത്ഭുതങ്ങളെല്ലാം വിശ്വാത്മനായ അങ്ങയിൽ കാണുന്നവൻ ഞാൻ പിന്നെ എന്താണ് കാണാത്തത്? അക്രൂരൻ തേര് തെളിച്ച് സന്ധ്യയായപ്പോ രാമകൃഷ്ണന്മാരെ മധുരയിൽ എത്തിച്ചു. വഴിക്ക് ഗ്രാമീണർ അവിടെ കൂട്ടം കൂടി നിന്ന് രാമകൃഷ്ണന്മാരെ കണ്ടു. നന്ദാദി ഗോപന്മാർ മുമ്പേ പോയി മധുരയ്ക്ക് അടുത്തുള്ള ഒരു വനത്തിൽ. ആദ്യമേ ഒരു മധുരയ്ക്കകത്ത് കയറുന്നില്ല, എല്ലായിടത്തും വനപ്രദേശങ്ങളാണല്ലോ. അപ്പൊ അതിന്റെ ബോർഡറിലുള്ള മധുര നഗരത്തിന്റെ ബോർഡറിലുള്ള ഒരു വനത്തിലെത്തും. രാമകൃഷ്ണന്മാരുടെ വരവും കാത്ത് നന്ദഗോപരൊക്കെ അവിടെ കാത്തിരുന്നു. അപ്പം ഇവര് സന്ധ്യയോടുകൂടി അവിടെ എത്തി. അക്രൂരൻ കൊണ്ടുവരുമ്പം അവര് എല്ലാവരും കൂടെ ഒത്തുചേർന്ന് പിന്നെ അവിടെ താമസിക്കുക. അപ്പം അക്രൂരൻ പറഞ്ഞപ്പം ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഇല്ല ഞങ്ങളിപ്പം വരുന്നില്ല, അങ്ങ് ആദ്യമേ പൊക്കോളൂ, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാം, അങ്ങയുടെ ഭവനത്തിലേക്ക് പൊക്കോളൂ, ഞങ്ങൾ വന്ന വിവരം പറഞ്ഞ ശേഷം പിന്നെ നമ്മൾക്ക് വരാം, ഇന്നിപ്പം ഞങ്ങള് മധുരയിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. അക്രൂരൻ പറഞ്ഞു, പ്രഭു, ഭഗവാന്മാരെ കൂടാതെ ഞാൻ മധുരയിൽ പ്രവേശിക്കുകയില്ല, നമുക്ക് എന്റെ ഭവനത്തിൽ വാഴാം, ജ്യേഷ്ഠനും അങ്ങ് ഒരുമിച്ച് എന്റെ ഗൃഹത്തിൽ വന്ന് ഇരിക്കണം, എന്റെ ഭവനം പുണ്യമാവട്ടെ എന്ന് പറയും. അങ്ങയുടെ കാലിന കഴിയുകൊണ്ടല്ലേ മഹാബലി കീർത്തിമാനും പിന്നെ അമ്പത്ത് ഐശ്വര്യയുക്തനും ഒക്കെ ആയി തീർന്നത്. അവിടുന്ന് അങ്ങയുടെ പാദപത്മം എന്റെ വീട്ടിലും കൂടെ ഒന്ന് പതിയട്ടെ എന്ന് പറയും. ഭഗവാൻ പറഞ്ഞു, യാദവദ്രോഹിയായ കംസനെ കൊന്ന ശേഷം ജ്യേഷ്ഠനും ഒരുമിച്ച് ഞാൻ അങ്ങയുടെ ഗൃഹത്തിൽ വരാം, സുഹൃത്തുക്കളെ എല്ലാവരെയും ഞാൻ സന്തോഷിപ്പിക്കാം. അക്രൂരൻ മനസ്സില്ലാ മനസ്സോടെ പട്ടണത്തിൽ പ്രവേശിച്ച് വിവരം കംസനെ അറിയിച്ചു. അതായത് അവരെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്, എല്ലാവരും എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിക്കും. അടുത്ത ദിവസം കൃഷ്ണൻ ജ്യേഷ്ഠന്മാരും സുഹൃത്തുക്കളും ഒന്നിച്ച് മധുര പട്ടണം കാണുവാനായിട്ട് പുറപ്പെടുകയാണ്. നമുക്ക് അവിടെ നിർത്താം. മധുര പട്ടണം കാണാനായിട്ട് ഭഗവാൻ അങ്ങനെ പുറപ്പെടുന്നു. മനസ്സിലായില്ലേ? അത് നല്ല ഒരുപാട് സംഭവങ്ങൾ ആ മധുരാപുരി കാണുന്ന സമയത്ത് സംഭവിക്കുന്നുണ്ട്. അത് നമുക്കിപ്പോ തുടങ്ങിയാൽ തീരില്ല, അതുകൊണ്ട് നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ജ്ഞാനേന മാർഗേണ മഹീമഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.